ക്വസ്റ്റ്യൻ നമ്പർ 6 കഴിഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തോളാം പറഞ്ഞിട്ട്. റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വേഗം അവിടെ question number 7. This is your question. Now a point on the ground, angle of elevation. Read the question carefully. Take 2 minutes for that. The question is clear. You can draw the number. The window കഴിയുമ്പോൾ എനിക്ക് question meaning. The question number നോടി പറയോ? 7. Read the question fast. One more minute to read this. Thirty seconds more. Okay. ഒന്ന് പറയാ ക്വസ്റ്റ്യൻ മീനിങ് കേൾക്കട്ടെ. അമാൻ മോസിൻ. ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ ഒരു ട്രാൻസ്മിഷൻ ടവറിലേക്ക് 45 ഡിഗ്രിയും അതിന്റെ മുകളിൽ ഒരു 20 മീറ്റർ ഹൈ ബിൽഡിങ്ങിൽ ഉള്ള അവിടെ നിന്നും ആ ടവറിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. അല്ല, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് അണ്ടർസ്റ്റാൻഡിംഗ് ഒരു മിസ്റ്റേക്ക്. നമ്മൾ പറഞ്ഞ മീനിങ്ങിന് ചെറിയൊരു പ്രശ്നം. ഒന്ന് പറയാം അപാന, വാട്ട്സ് മീനിങ്? എനിക്കും അതാ മനസ്സിലായ. നമ്മൾ ഇംഗ്ലീഷ് സെന്റൻസിന്റെ മീനിങ് ആദ്യത്തെ വേർഡ് തൊട്ടേ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് കറക്റ്റ് മീനിങ് കൺവേ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തുടക്കം തൊട്ടേ ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ആംഗിൾ ഓഫ് എലിവേഷൻ ട്രാൻസ്മിഷൻ ടവറിന്റെ മുകളിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോയി എന്ത് പറ്റുന്നത്, ആ പെർട്ടിക്കുലർ സെന്റൻസിന്റെ കംപ്ലീറ്റ് മീനിങ് നമുക്ക് പറയാൻ പറ്റും. കംപ്ലീറ്റ് മീനിങ് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് കാര്യം. നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ ക്ലാരിറ്റി കുറവാണ്. നമ്മൾ അങ്ങനെ ആ ഓർഡറിൽ, അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് അതേ ഓർഡറിൽ തന്നെ മീനിങ് പറഞ്ഞപ്പോൾ പ്രശ്നം. ആസിയ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവോ? The angle of elevation of the bottom, transmission towerന്റെ ബോട്ടത്തിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷനും അതിന്റെ താഴെ എന്ന് പറയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ആംഗിൾ ഓഫ് എലിവേഷനും തന്നേക്കണേ 45ഉം 60 ഡിഗ്രി. What we have to find out? Height of the tower. Height of the tower. ഇനി അപ്സന ഒന്ന് എന്താ മനസ്സിലായെന്ന് പറയാം. ക്വസ്റ്റ്യൻ മീനിങ് എന്താ മനസ്സിലായെന്ന് പറഞ്ഞു.
എനിക്ക് വീഡിയോ കിട്ടിയില്ല. ആലിയ ട്രാൻസ്മിഷൻ ടവറിന്റെ മുകളിൽ നിന്ന് താഴെ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ? ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി 60 ഡിഗ്രിയാ? അപ്പൊ അവിടെ അതിന്റെ ഇടയ്ക്ക് ഒരു ബിൽഡിങ്ങിന്റെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ട്രാൻസ്മിഷൻ ടവർ ബിൽഡിങ്ങിന്റെ മുകളാന്നല്ലേ? അതാണ് അതിനകത്തുള്ള ഈ ടവർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ ടവറുകൾ, അതായത് നമ്മളുടെ ഈ ചില സമയത്ത് അല്ലെങ്കിൽ ചില ഏരിയയിലൊക്കെ നമ്മളുടെ മൊബൈൽ നെറ്റ്വർക്ക് ടവേഴ്സ് ഒക്കെ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യും. ഓക്കെ, ചിലയിടങ്ങളിൽ ഈ ടവർ ഫിക്സ് ചെയ്യുക ബിൽഡിങ്ങിന്റെ മുകളിലാണ്. സ്പേസ് ഇല്ലെങ്കിലൊക്കെ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ടവർ ഫിക്സ് ചെയ്യുക. അതുപോലെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഒരു ടവർ ഫിക്സ് ചെയ്ത് ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നൗ ഈ ട്രാൻസ്മിഷൻ ടവറിന്റെ ബോട്ടം പോർഷനിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷനും ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷനും ക്വസ്റ്റ്യനിൽ തന്നു. വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അതാണ് ക്വസ്റ്റ്യൻ. ഫിഗർ വേഗം വരച്ചു. 1 മിനിറ്റ് മാക്സിമം മതി കേട്ടോ ഫിഗർ വരയ്ക്കാൻ. സുഹൈബിന്റെ വീഡിയോ ഒക്കെ എന്നാ പറ്റിയ? സുഹൈബ്, ഹന്ന റഷീദ്, മിഷാലിന്റെ മിഷാലിന്റെ വീഡിയോ ഒക്കെ എന്താ പ്രശ്നം? മരിയ വിളിച്ചു പറഞ്ഞായിരുന്നു. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താ, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം സാധനം മനസ്സിലാവുന്നത് എനിക്ക് വീഡിയോ കിട്ടില്ല, പ്രത്യേകിച്ച് ഫിഗർ വരയ്ക്കുന്ന കാര്യത്തിലൊക്കെ. അതുകൊണ്ട് മാക്സിമം പ്രോപ്പർലി വീഡിയോയും ഓഡിയോ ഒക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരിക്കാൻ ശ്രമിക്കണം. പിന്നെ ആക്സിഡന്റലായ ജെന്യുവൻ റീസൺസ് ഒക്കെ ഉണ്ടാവാം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മാക്സിമം ഒഴിവാക്കാവുന്ന കേസൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യും. 30 seconds more to draw the figure. Okay, right. Figure കാണിച്ച വേഗം everyone. Let me check. ഫാരിസ് മുഹമ്മദ് സ്കെയിൽ ഒന്നും ഇല്ലടേ ഫിഗർ വരയ്ക്കാൻ. ഫാരിസെ സ്കെയിലും പെൻസിലൊന്നും ഇല്ല നിന്റെ എന്ത് എടുക്കാത്തേ? ഫിഗേഴ്സിൽ പ്രശ്നമുണ്ടോ? ചില ഫിഗേഴ്സിൽ പ്രശ്നമുണ്ട്. മതിയോ മുനീർ? ഞാൻ ചോദിക്കട്ടെ, ഈ ടവറിന്റെ ടോപ്പിലേക്കും ബോട്ടത്തേക്കും വ്യൂ ചെയ്യുന്നത് എവിടുന്ന? അല്ല, ടവറിന്റെ ബോട്ടം പോയിന്റിലേക്കും ടവറിന്റെ ടോപ്പ് പോയിന്റിലേക്കും വ്യൂ ചെയ്യുന്നത് എവിടെ നിന്നിട്ടാണ്? ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് നോക്കുന്നത്. ബിൽഡിങ്ങിന്റെ മുകളിലാണ് ടവർ ഇരിക്കുന്നത്. ഈ പോയിന്റ് എവിടെയാന്ന് വെച്ചാൽ, ഈ പോയിന്റ് എവിടെയാ? നമ്മൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ പറഞ്ഞിരിക്കുന്ന പോയിന്റിലാണ്. ഈ പോയിന്റ് എവിടെയാ? ഗ്രൗണ്ടിലാണ് അല്ലെ? ഗ്രൗണ്ടിലാകുമ്പോ ആ വരച്ചേക്കുന്നത് കറക്റ്റ് ആണോ നോക്കി. ഇപ്പൊ ഒരു പോയിന്റ് താഴെ ഒരു പോയിന്റ് മുകളിലല്ല നിൽക്കുന്നത്. നിങ്ങൾ വരച്ചേക്കുന്ന ഒരു ആംഗിൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഫിഗർ വരയ്ക്കുമ്പോ സുലൈമാന്റെ ഫിഗറിലും സെയിം പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഗ്രൗണ്ട് ബിൽഡിംഗ് ഒക്കെ ജസ്റ്റ് ഒരു ലൈനായിട്ട് കാണിച്ചാൽ മതി. ടവറും അതിനകത്തൊരു ലൈനായിട്ട് തന്നെ കാണിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട് എക്സാമ്പിൾ. ഈ ബിൽഡിങ്ങിന് മുകളിലേക്ക് നമുക്കൊരു ടവർ. ഞാനിപ്പോ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേറൊരു കളർ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ ഒറ്റ കളറിൽ വരച്ചാൽ മതി. ഇതിന് മുകളിൽ നമുക്ക് ഇങ്ങനെ ടവർ. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയ. ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഒരു ടവർ, സംതിങ് ലൈക്ക് ദിസ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 20 മീറ്റർ. ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ഉണ്ട്. വി ആർ വ്യൂയിങ് ഫ്രം ദിസ് പോയിന്റ് ടു bottom of the tower, same time to the top of the tower. Bottom of the tower lekkulla angle nu parayunnathu 30 degree, top of the tower like 45. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. And we have to find the height of the tower. Height of the tower കിട്ടണമെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കാം. ട്രൈ ചെയ്യാം. സ്പീഡായി റൈറ്റ് ഫാസ്റ്റ് വിതൗട്ട് വേസ്റ്റിംഗ് ടൈം.
ഇങ്ങനെയാണ് ഫിഗർ വരിക. രണ്ടുമിന്റെ മാക്സിമം ഉണ്ടോ സോൾവ് ചെയ്യാൻ? കൂടുതൽ പറഞ്ഞോ മാൻ. സാറേ 60 ഡിഗ്രി അല്ലേ? 60 ആണോ? എനിക്ക് മാറിപ്പോയതാണോ? അതെ, 45 ആൻഡ് 60 ആണോ? സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. 30 and 45 അല്ല, 45 and 60 ആണ്. സാർ ആ എന്നെ കാണാൻ പറ്റുണ്ടോ? 45 ഡിഗ്രി ആൻഡ് 60. ആ ചോദിച്ചേ, ആരായിരുന്നു കേട്ടില്ല. സാർ അഫ്ലഹ. അഫ്ലഹയുടെ വീഡിയോ എനിക്ക് കാണുന്നില്ല. സാർ ഇത് ഓഫീസിലേക്ക് വിളിച്ചിട്ട് വിളിക്കാറുള്ളല്ലോ. ഞാൻ നോക്കണം. നോർമൽ ചെയ്തു. 45 ഡിഗ്രി ഒക്കെ വരുമ്പോൾ അഡ്വാൻറ്റേജ് ഇതിന് മുമ്പേ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 45 ഡിഗ്രി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഉള്ളത്. One more minute to complete. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലെങ്ത് ബോർഡിലെ ഫിഗർ അനുസരിച്ച് സഫീലെ, ബോർഡിലെ ഫിഗർ അനുസരിച്ച് CB ആണ് ടവർ. ജസ്ബർ ചെയ്യുന്നുണ്ടോടാ? എനിക്ക് അതിന്റെ ചെയ്യുന്നതിന്റെ ഒരു ഫീലോടെ കിട്ടുന്നില്ല. വെറുതെ ഇരിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നേ. Thirty seconds more. ഫാത്തിമ റഫീഖ്, ഇവിടെ BC കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? BC അല്ലെങ്കിൽ ടവറിന്റെ ഹൈറ്റ് എങ്ങനെ നമുക്ക് കിട്ടുക? അറിയില്ല. ഒരു രക്ഷയില്ല. BC കണ്ടുപിടിക്കാനുള്ള മാർഗം ഫൈനൽ ആൻസർ എല്ലാം ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള മെത്തേഡാണ്. AD 20 ആണ്. AB 20 ആണ്. AD 20 എന്നിട്ട് AD 20 അതും 20 ആണ്. Tan 45. അങ്ങനെ നമ്മൾ എടുത്തിട്ട് എങ്ങനെ മീൻസ് ഞാൻ ചോദിച്ചത് ഈ BC എന്ന ഹൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ആരെ കിട്ടണം? അതാണ് എന്റെ ചോദ്യം. CA minus CB. അബ്സല്യൂട്ട്ലി. CA minus BA. മൊത്തം ലെങ്ത്തിൽ നിന്ന് BA എന്നുള്ള ഷോർട്ട് ലെങ്ത് കുറച്ചാൽ നമുക്ക് BC. 45 ഉള്ള അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ ട്രയാംഗിൾ ABC, ട്രയാംഗിൾ ABCയിൽ ഒരു ആംഗിൾ 45 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ആംഗിൾ 45 ആയിരിക്കും. അപ്പൊ ട്രയാംഗിൾ ഐസോസിലസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. ഇതെന്തിനാന്നുള്ള മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് CA എന്നുള്ള ഈ കംപ്ലീറ്റ് ലെങ്ത് കിട്ടണം. CA എന്നുള്ള ഫുൾ ലെങ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് BCയിലേക്ക് എത്താൻ പറ്റൂ, സബ്ട്രാക്ട് ചെയ്ത് എത്താൻ പറ്റും. CA കിട്ടണമെങ്കിൽ നമുക്ക് ട്രയാംഗിൾ ACD എടുക്കണം. ACDയിലെ AD നമുക്കറിയില്ല, AC നമുക്കറിയില്ല, CD നമുക്കറിയില്ല. മൂന്ന് സൈഡും അറിയില്ല. പക്ഷെ ഒരു ആംഗിൾ അറിയാം, 60 ആണ്. സോ നമുക്ക് ആ വലിയ ട്രയാംഗിളിലെ ഈ AD എന്നുള്ള സൈഡ് കണ്ടെത്താൻ പറ്റും. ചെറിയ ട്രയാംഗിളിൽ നിന്ന് AD കണ്ടുപിടിക്കാം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഐസോസിലസ് അപ്ലൈ ചെയ്യാം, ഓർ യു ക്യാൻ ചൂസ് tan 45. ബോത്ത് ഓപ്ഷൻസ് ആർ കറക്റ്റ്. ABC നമ്മൾ tan 45 എടുത്താൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റ്. tan 45 1 ആണ്. 20 by AD, which means AD equal to 20. ഓർ ഐസോസിലസ് അപ്ലൈ ചെയ്യാം. കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഒറ്റ ഫിഗറിൽ തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ ട്രയാംഗിൾസ് വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് ലാർജ് ട്രയാംഗിളിന്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. Then we can apply which ratio in the large one, Minha? ടാൻ എടുക്കാൻ പറ്റില്ല. ഏതാ ടാൻ പറഞ്ഞു? ഏതാ ആംഗിളാ ടാൻ? ടാൻ 16.
tan 60 നമുക്ക് യൂസ് ചെയ്യാം തീർച്ചയായും. tan 60 വെച്ചിട്ട് നമുക്ക് ലാർജ് ട്രയാംഗിളിൽ നിന്നും കംപ്ലീറ്റ് ലെങ്ത് കണ്ടെത്താം. So in triangle ADC, tan 60 is equal to opposite divided by adjacent. So root 3 is equal to opposite we don't know, adjacent is 20. 20 root 3 equal to AC. So complete length is 20 root 3 ആണ്. So therefore height of the equal to AC minus AB is equal to 20 root 3 minus 20 into root 3 minus 1 only common ആയിട്ട്. നമുക്ക് ചെയ്യാൻ പറ്റും. റൂട്ടിന്റെ വാല്യൂ ഒന്നും സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല കേട്ടോ. This is it. Just ask if there is any doubt, otherwise we can move on to question number 8. അമ്മാൻ ചോദിച്ചോടാ. സാറേ ഈ പെഡസ്റ്റൽ എന്ന് പറഞ്ഞ ഏതാടാ? പെഡസ്റ്റൽ ഫാൻ കേട്ടില്ലേ? പെഡസ്റ്റൽ ഫാൻ എന്ന് പറഞ്ഞിട്ട് സീലിംഗ് ഫാനും പെഡസ്റ്റൽ ഫാനും വോൾ ഫാനും തമ്മിൽ വ്യത്യാസം എന്താ? സീലിംഗ് ഫാൻ എന്താ? മുകളിലുള്ള അവിടെ സാധാരണ റൂഫിൽ നമ്മൾ പിടിപ്പിക്കുന്നു, വീട്ടിലെ റൂമിലൊക്കെ പിടിപ്പിക്കുന്നു. വോൾ ഫാൻ എന്താ? വോൾ ഫാൻ ഭിത്തിയിൽ പിടിപ്പിക്കുന്നത്. പെഡസ്റ്റൽ ഫാൻ എന്താ? കറങ്ങിക്കൊണ്ടിരിക്കണേ. എല്ലാ ഫാനും കറങ്ങൂലടാ. സീലിംഗും വോളൊക്കെ കറങ്ങുന്ന ഫാൻ. പെഡസ്റ്റൽ ഫാൻ കണ്ടിട്ടില്ല? എനിവൺ എന്താ ഈ പെഡസ്റ്റൽ ഫാൻ? കണ്ടിട്ടുണ്ട്, സാധനം ഒന്നും അറിയില്ല എന്നുള്ള വിഷയം. എനിവൺ എങ്ങനെ കേട്ടില്ല? ഒന്നോടെ. ടേബിൾ ഫാൻ അല്ല, ടേബിൾ ഫാൻ വേറെ. പെഡസ്റ്റൽ ഫാൻ എന്താ തന്നെ? ആരും കേട്ടിട്ടില്ല? ഏയ് കാണാനിട്ടല്ലെന്നേ, അറിയാനിട്ടാണ്. സാധാരണ നിലത്ത് വെച്ചേക്കുന്ന ഫാൻ കണ്ടിട്ടില്ലേ? നിലത്ത് ഒരു സ്റ്റാൻഡിനകത്ത് ഒരു വലിയ റൗണ്ട് ആയിട്ട് കറങ്ങുന്ന ഫാൻ കണ്ടിട്ടില്ലേ? അതാണ് ഈ പെഡസ്റ്റൽ ഫാൻ എന്ന് പറയുന്നത്. നമ്മൾ നിലത്ത് ഫ്ലോറിൽ വെക്കും, അതിനൊരു ലെഗ് ഉണ്ടാവും, ആ ലെഗിന്റെ ടോപ്പിലായിരിക്കും ഇതിന്റെ ലീഫ് വരും. അതാണ് പെഡസ്റ്റൽ ഫാൻ. പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എന്നൊക്കെയുള്ള മീനിങ് ഉണ്ട് പെഡസ്റ്റൽ. നമ്മൾ ഈ സ്റ്റാച്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില സ്റ്റാച്യൂസിന്റെ ടിപ്പ് അല്ലെങ്കിൽ ഫൂട്ട് എന്താ ഗ്രൗണ്ടിലെ. ചില സ്റ്റാച്യൂ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട് അല്ലെ, ഒരു വലിയൊരു റെക്ടാങ്കുലർ ബ്ലോക്കിന് മുകളിലായിരിക്കും സ്റ്റാച്യൂ വെച്ചിട്ടുണ്ടാവും. അതാണ് പെഡസ്റ്റൽ എന്ന് പറയുന്നത്. പ്രതിമാണ്ടല്ലേ നമ്മളിങ്ങനെ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഇങ്ങനെ കല്ല് സിമെന്റ് ഒക്കെ വെച്ച് ഇങ്ങനെ പണിതിട്ടുണ്ടാവും, അത്യാവശ്യം ഹൈറ്റ് ആണ്. അതിന്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുക? പ്രതിമ ഫിക്സ് ചെയ്യുക. അതാണ് പെഡസ്റ്റൽ എന്ന് പറയുന്നത്. 1 more minute കേട്ടോ. Okay, right. Question meaning of പറഞ്ഞ വേഗം കേൾക്കട്ടെ. ഹരിപ്രിയ. Question meaning of question number 7. Sorry, question number 8. 1.6 മീറ്റർ ഉള്ളൊരു സ്റ്റാച്ചു ഒരു പെഡസ്റ്റലിന്റെ ടോപ്പിൽ ഇങ്ങനെ നിർത്തിയേക്കാണ്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റാച്ചുവിന്റെ ആംഗിൾ ഓഫ് ഇലവേഷൻ 60 ഡിഗ്രിയും അതുപോലെ പെഡസ്റ്റലിന്റെ ആംഗിൾ ഓഫ് ഇലവേഷൻ 45 ഡിഗ്രിയാണ്. അപ്പം പെഡസ്റ്റലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം.
ഫിഗർ വരയ്ക്കാൻ എളുപ്പമാണ്, ബട്ട് ഐ തിങ്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഫിഗർ വരയ്ക്കാൻ യു ഹാവ് 1 more. ഓക്കെ റൈറ്റ്, കാണിച്ച ഫിഗർ വേഗം. കാര്യങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. നിങ്ങൾ ജസ്റ്റ് ഒരു ലൈൻ മാത്രമാക്കി വരയ്ക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ പെഡസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് പോലെ ഒന്നും വരയ്ക്കാൻ നിൽക്കേണ്ടതില്ല. സ്ട്രേറ്റ് ലൈൻ സീനം കുറച്ചൊരു തെറ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് ഈ റെക്ടാങ്കുലർ ആയിട്ട് വരച്ചു കഴിയുമ്പോഴേ നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ ചില മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മാറ്റിക്കോ. ഞാൻ പറയാം, നിങ്ങൾ വരയ്ക്കുമ്പോ എന്താ പ്രശ്നം എന്ന് അറിയാം. ഇങ്ങനെ ഗ്രൗണ്ട് നിങ്ങൾ പെഡസ്റ്റലിനെ റെക്ടാങ്കുലർ ബ്ലോക്ക് കൊടുത്താൽ നമ്മൾ വരുന്ന പ്രശ്നം ഇതാണ്. നമ്മളിങ്ങനെ ഒരു പെഡസ്റ്റലിനെ കൺസിഡർ ചെയ്തിരിക്കട്ടെ സപ്പോസ്. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ എങ്ങനെ സ്റ്റാച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ എന്താ പറ്റാന്ന് ഇപ്പൊ ഗ്രൗണ്ടിലൂടെ പോകുന്നു. നമ്മൾ വരയ്ക്കുമ്പോ പെഡസ്റ്റലിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ അത് നമ്മൾ ഇങ്ങനെ വരും, പോയിന്റ് ഇങ്ങനെ. എന്നിട്ട് സ്റ്റാച്ചുവിന്റെ അതിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ അത് നമ്മൾ ഇങ്ങനെ വരും. ഇങ്ങനെയൊക്കെ വരച്ചു കഴിയുമ്പോഴേ ഈ ട്രയാങ്കിൾസ് രണ്ടും രണ്ടായിട്ട് എത്തണം. റെക്ടാങ്കുലർ ബ്ലോക്ക് ഒരു ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഒരു ട്രയാങ്കിൾ, മറ്റേത് വലിയൊരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിയുമ്പോഴേ ആ എൻഡ് പോയിന്റ് സെയിം അല്ലാത്തതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം, ഒരുപാട് ഡൗട്ട്സും മിസ്റ്റേക്സും വരാൻ ചാൻസ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നതിനേക്കാൾ ഇതിന് ജസ്റ്റ് ഇതെങ്ങനെ ഒരു ഒറ്റ സ്ട്രേറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ റെക്ടാങ്കുലർ ബ്ലോക്കിനെ ഒന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എ സ്ട്രേറ്റ് ലൈൻ എടുക്കാണ് ബെറ്റർ, ആണ് നല്ലത് കേട്ടോ. നേരത്തെ ഈ ഫിഗർ നിങ്ങൾ ചുമ്മാ നോക്കി അറിയാൻ പറ്റും. തൊട്ട് മുമ്പത്തെ അതേ ഫിഗർ അല്ലേ, നോക്കി. തൊട്ട് മുമ്പത്തെ അതേ ഫിഗർ ആണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. തൊട്ട് മുമ്പ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ഈ കാണുന്ന പോർഷൻ ആയിരുന്നു, പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഇവനെ. ഇത്രയുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് ഇവനെ തന്നിട്ടുണ്ട് 1.6 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ സെയിം ഫിഗർ ആണ്, കണ്ടുപിടിക്കേണ്ട ആൾക്ക് ചെറിയൊരു മാറ്റം വന്നു മാത്രം. സ്പീഡാവട്ടെ. സോൾവ് ചെയ്യാൻ 3 മിനിറ്റ് മാക്സിമം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ വാ തുറന്ന് ചോദിക്കണം. രണ്ട് മിനിറ്റ് ആണ് കേട്ടോ. സോൾവ് ചെയ്യുമ്പോ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം തൊട്ട് മുമ്പത്തെ പോലെ അത്ര സിമ്പിൾ ആയി കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. It will take a little bit more time. Anyway, solve it.
One more minute. Okay, right. എന്താണ് ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം ഫാത്തിമ പറഞ്ഞു? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും? കേട്ടില്ല ഫാത്തിമ? കിട്ടിയില്ല. എന്തൊക്കെയാ നമുക്കുള്ള സാധ്യത എങ്ങനെയൊക്കെയാണ്? എന്താ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ? വലിയ ട്രയാങ്കിളിന്റെ ഒന്നും തന്നിട്ടില്ല. ചെറിയ ട്രയാങ്കിളിന്റെ തന്നിട്ടില്ല സൈഡും. ശരി, ചെറിയ ട്രയാങ്കിളിന് തന്നിട്ടുണ്ടോ? ചെറിയ ട്രയാങ്കിളിന് സൈഡ്സ് തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. അതും തന്നിട്ടില്ല. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സമയം അതാണ് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസിലേക്ക് എയ്തർ നമുക്ക് ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് തന്നിട്ടുണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഏത് ക്വസ്റ്റ്യൻ നോക്കിയാലും കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യനില് തുടക്കത്തില് ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ്ങില് ഈ കാണുന്ന സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡ് നമുക്കറിയാം ഇറ്റ് ഈസ് 20 മീറ്റർ. അപ്പൊ അത് വെച്ച് നമ്മൾ വേറൊരാളെ കണ്ടുപിടിക്കുന്നു, അത് വെച്ച് നമ്മൾ വലിയ ട്രയാങ്കിളിലേക്ക് പോകുന്നു, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തോണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് even though we have two right angle triangle, a smaller one ADB and a larger one ADC, ഈ രണ്ട് ട്രയാങ്കിളിലെയും ഒരു സൈഡ് ADB എന്ന ട്രയാങ്കിളിന്റെ സൈഡ് 3 നമുക്കറിയില്ല, ADC എന്ന ട്രയാങ്കിളിന്റെയും സൈഡ്. ഇതാണ് നമ്മുടെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. പിടിയോ? മറ്റേ ഏതെങ്കിലും ട്രയാങ്കിളിന്റെ അറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് മറ്റാളിലേക്ക് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയൊക്കെ നോക്കാമായിരുന്നു. Here, the sides of both right triangles are. So, നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇവിടെ നമ്മൾ ചില വേരിയബിൾസ് എടുത്താൽ മാത്രമേ നമുക്ക് എത്തിക്കാൻ പറ്റൂ. So, here, let us consider the side that should be calculated, that is AB. So, let us take AB as some x. Okay. അങ്ങനത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് in triangle ADB, we have tan 45 is equal to AB by AD. 1 is equal to AB is taken as x. So AD equal to x. AD നമുക്ക് x. ഇവൻ x ആണ്, ഇവനെ നമ്മൾക്ക് x എന്ന് ചൂസ് ചെയ്യും. Now we can take the large triangle ADC. There, if we apply tan 60, we get AC by AD. Tan 60 value √3 ആണ്. ആലോചിച്ച് പറഞ്ഞു കേട്ടോ. Instead of AC, what we can write? ഒന്ന് പറഞ്ഞേ, AC-ക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇപ്പൊ നമ്മുടെ ഫിഗറിലുള്ള ഡാറ്റ വെച്ചിട്ട് what we can write instead of AC? Hanna Rashid. x plus 1.6. Absolutely. Complete length ആണ് നമുക്ക് അതിനെ 1.6 plus x. And we can write on cross multiplying √3x equal 1.6 plus x. X നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. √3x minus x equal to 1.6. When we take x common, x into √3 minus 1 equal to 1.6. And now x into √3 value 1.73 ആണ്, minus 1 equal 1.6. x into 0.7 equal to 1.6 എന്ന് വരും. x is equal to
1.6 divided by 0.73 ആൻസർ. ഇനി 1.73 ഒന്നും കൊടുത്തില്ല എന്നോർത്തും തെറ്റില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ആൻസറിലേക്ക് എത്താം. അതായത് x equal to x into root 3 minus 1 equal to 1.6 എന്ന് കിട്ടി. x is equal to 1.6 divided by root 3 minus 1 എന്ന് എഴുതി വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. x ആണ് നമ്മുടെ എ ബി പെഡസ്റ്റലിന്റെ ഹൈറ്റ്. ലാസ്റ്റ് ഹൈറ്റ് ഓഫ് പെഡസ്റ്റൽ ഈക്വൽ ടു 1.6 divided by root 3 minus 1. വേണമെങ്കിൽ ഇവരെ റാഷണലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്, നിർബന്ധമൊന്നുമില്ല. That depends. If the sides of two right triangles are unknown, നമ്മളോട് ഇതുപോലെ എക്സാക്ട് കണ്ടുപോയി. നല്ല ക്വസ്റ്റൻ ആട്ടോ. ചോദ്യം എത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റൻ. എന്നാൽ അടുത്തൊന്നും അങ്ങനെയല്ല. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം സയൻസൊക്കെ കിട്ടും. കുഴപ്പമുള്ള 8 1 complete ചെയ്യാൻ 1 മിനിറ്റ് വരാട്ടോ മാക്സിമം. 9 സ്റ്റാർട്ട്. Question number 8 പുറകെ നിൽക്കരുതേ. 9 സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. Angle of elevation of top of a building with foot of tower is 30 degree. സെൻട്രൽ കേസ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, ഫിഗർ വരയ്ക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കാൻ 2 മിനിറ്റ് മാക്സിമം. One more minute to draw the figure of question. Thirty seconds more. Right. The concept figure നോക്കട്ടെ everyone. സമീപത്തേക്ക്.
ഫിഗർ കാണിക്കാൻ പറഞ്ഞാൽ പിന്നെ വരയ്ക്കലില്ല കേട്ടോ. പലതവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, ഇനി റിപ്പീറ്റ് ചെയ്യരുത്. അർഫാസെ ഫിഗർ കാണിക്കടായി പറഞ്ഞ കേൾക്കുന്നില്ല. അർഫാസ് മാറ്റിയാൽ മതി. ഫിഗർ കംപ്ലീറ്റ് ആവാനുണ്ട്. ആശയ ഫിഗർ വരച്ചില്ലേ? കളഞ്ഞേക്കുന്നതാണോ? വെട്ടിക്കളഞ്ഞതാ. വേഗം വരച്ച്, വേഗം വരച്ച്. പാരിസിന്റെ ഫിഗറിൽ പ്രശ്നമുണ്ട്. മുഫീദയുടെ ഫിഗറിൽ പ്രശ്നമുണ്ട്. ഓക്കെ, മാറ്റിക്കോ. മുഫീദ വരച്ചേക്കുന്ന ഫിഗറിൽ ഈ നമ്മളുടെ ബിൽഡിംഗ് ഏതാണ്, അതുപോലെ തന്നെ ടവർ ഏതാണ് എന്ന് പറഞ്ഞേ. പേര് വെച്ചിട്ട് പറഞ്ഞാൽ മതി. എ ബി ബിൽഡിംഗ്. ശരി. ടവറോ? ഈ ബിൽഡിങ്ങില് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് താഴ്ന്ന ടവറിലേക്ക് നോക്കുന്ന നേരെ തലോട്ട്. ഇപ്പൊ ബിൽഡിങ്ങിന്റെ മുകളിൽ ടവർ വെക്കുന്നേ. ഇത് ഞാൻ പറയാൻ ക്ലിയർ ആയോ? അപ്പോ ബിൽഡിങ്ങിന്റെ മുകളിൽ ടവർ വെക്കുന്നേ. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയാൻ തിരിച്ച് ബിൽഡിങ്ങിന്റെ താഴേന്ന് ടവറിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോൾ നേരെ ഉത്തരം പോകുന്നു. ഇവിടെ in that question building and tower are located in two different points. കാരണം നിങ്ങൾ അതേ പറയും, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ ഐഡിയ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യണം. ടവറിന്റെ താഴെ നിന്ന് ബിൽഡിങ്ങിലേക്ക് നോക്കുന്നുണ്ട്, ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ടവറിലേക്ക് നോക്കുന്നു അല്ലേ? ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ പറഞ്ഞേക്കട്ടെ. അപ്പോ എന്തായാലും ടവർ ഒരു സ്ഥലത്തും ബിൽഡിംഗ് വേറൊരു സ്ഥലത്തും വരയ്ക്കണമല്ലോ. നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ വരയ്ക്കുമ്പോ നിങ്ങൾ ആ ഹൈറ്റ് ഒരെണ്ണത്തിന് ചെറുതാക്കി ഒരെണ്ണത്തിന് വലുതാക്കി മനസ്സിലല്ല, രണ്ടും ഒരുപോലെ വരച്ച റെക്ടാംഗിൾ പോലെ ഫീൽ ചെയ്യും. തെറ്റൊന്നുമില്ല അങ്ങനെ കൊടുത്തു തരുന്നത്, ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഡ്രോ ദ ടു ഫിഗേഴ്സ് ഇൻ ഡിഫറെന്റ് ഹൈറ്റ്സ്. അല്ല ഏതാ ചെറുത് ഏതാ വലുതുള്ളതൊന്നും പ്രശ്നമല്ല കേട്ടോ. റഫ് ഫിഗർ അല്ലേ. ഇനി സപ്പോസ് നമ്മളിവിടെ എ ബി ടവറും സി ഡി ബിൽഡിങ്ങും ആണെങ്കിൽ ടവറിന്റെ ബോട്ടത്തിൽ നിന്നും ബിൽഡിങ്ങിലേക്ക് നോക്കുന്നു. അതിന്റെ ആംഗിൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. Of building to foot of tower is 30 degree. തിരിച്ച് ബിൽഡിങ്ങിന്റെ ഫൂട്ടിൽ നിന്നും ടവറിന്റെ ടോപ്പിലേക്ക് നോക്കുന്നു. ആംഗിൾ is given as 60 degree. Height of the tower is given as 50 degree. We have to find the height of. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഡേറ്റസ്. ഇവർ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ. എന്താ കണ്ടുപിടിക്കണ്ടേ, അതിനെന്താ പ്രശ്നമുള്ളത്, അതെങ്ങനെ നമുക്ക് 3 മിനിറ്റ് മാക്സിമം മതി. രണ്ട് മിനിറ്റോടെ എങ്ങനെ സോൾവ് ചെയ്തെത്താം? ആലിയ റഷീദ്, വാട്സ്ആപ്പ് മെത്തേഡ് ഹൗ വി ക്യാൻ സോൾവ് ഇറ്റ്? ട്രയാങ്കിൾ എ സി ബിയില് tan 60 എടുത്തിട്ട് എ സി കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് എ ഡി സിയില് റേഷ്യോ എടുത്തിട്ട് സി ഡി കണ്ടുപിടിക്കണം. തീർച്ചയായും സി ഡി ആണ് നമുക്ക് വേണ്ടത്. സി ഡി കണ്ടുപിടിക്കാൻ നമുക്കുള്ളത് എ സി ഡി ആണ്. എ സി ഡിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ 3 സൈഡും അറിയില്ല. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തൊട്ടിപ്പോ എ ബി സി കിടപ്പുണ്ട്. അപ്പൊ എ ബി സി നമുക്ക് എ സിയെ കണ്ടെത്താം. എ സി കിട്ടിയാൽ വലിയ ട്രയാങ്കിളിൽ സി ഡിയെ കണ്ടെത്താം. ഇങ്ങനെ അനാലിസിസ് നടക്കണം. അനാലിസിസ് നടന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താം.
ഒരു മിനിറ്റ് അവിടെ കേട്ടോ. പറഞ്ഞോ ആൽബിൻ. സർ ടവറിന്റെ ലെങ്ത് അല്ലേ 50 മീറ്റർ? അതെ. ടവറിന്റെ എലിവേഷൻ 60 ഡിഗ്രി അല്ലേ? ടവറിന്റെ എലിവേഷൻ, ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ബിൽഡിംഗ് ഫ്രം ഫുട്ട് ഓഫ് ടവർ. ഫുട്ട് ഓഫ് ടവറിൽ, ഫുട്ട് ഓഫ് ദ ടവർ എന്ന് പറയുമ്പോൾ എ, അവിടുന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് 30 ഡിഗ്രി, ബിൽഡിങ്ങിന്റെ ഫുട്ട് സി, അവിടുന്ന് ടവറിന്റെ മുകളിലേക്ക് 60 ഡിഗ്രി അല്ലേ? അപ്പം ടവറിന്റെ എലിവേഷൻ 60 ഡിഗ്രി അല്ലേ? ടവറിന്റെ എലിവേഷൻ അല്ല 60 ഡിഗ്രി. ഫുട്ട് ഓഫ് ദ ബിൽഡിംഗിൽ നിന്ന് ടവറിലേക്ക് നോക്കുന്നത് 60 ഡിഗ്രി. ഫുട്ട് ഓഫ് ദ ബിൽഡിംഗിൽ നിന്ന് ടവറിലേക്ക് നോക്കുന്നത് 60 ഡിഗ്രി. ചെക്ക് ചെയ്യണേ ഞാൻ നോട്ട് ചെയ്തേക്കുന്നതിൽ വ്യത്യാസം ഉണ്ടോന്ന്. നമ്മൾ അതിനകത്ത് ടവറും ബിൽഡിംഗും ഒന്ന് നോട്ട് ചെയ്താൽ ക്ലിയർ ആവും. ടവർ എന്ന് പറയുന്നത് AB ആണ്, ബിൽഡിംഗ് എന്ന് പറയുന്ന ആള് CD ആണ്, ടവറിന്റെ ഹൈറ്റ് 50 ആണ്, ടവറിന്റെ ഫുട്ട് അപ്പൊ A, ബിൽഡിംഗിന്റെ ടോപ്പ് D, ആംഗിൾ 30 ഡിഗ്രി അല്ലേ പറഞ്ഞേക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ബിൽഡിംഗ് ഫ്രം ഫുട്ട് ഓഫ് ടവർ 30 ഡിഗ്രി. CD എത്ര കിട്ടിയെന്ന് പറയാം? CD വാല്യൂ ഓഫ് CD ഫാത്തിമ പറവേ. കേട്ടില്ല. അതായത് താഴത്തെ ലൈൻ, അതിന് എന്താ പേര് കൊടുത്തേക്കുന്നത് ഫാത്തിമ? BC. ആ, അതിന്റെ ലെങ്ത് പറ. 50/√3. ഒന്നാണ് കേട്ടത്. 50/√3. 50 divided by 60 ഡിഗ്രി over 50 ആണ്. ഓക്കെ ഫൈൻ. നമുക്ക് ട്രയാംഗിൾ ABC. ABC tan 60 is equal to positive by adjacent. √3 is equal to 3 by AC. AC into √3 equal 50. AC equal 50/3 meter. നമുക്ക് കിട്ടി. Now we can move into triangle AC. ACD ലേക്ക് വന്നു കഴിയുമ്പോൾ സിഡിയുടെ വാല്യൂ കിട്ടിയോ? അപാന ഫൈനൽ ആൻസർ. സർ 2 സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. എന്താ കിട്ടിയ നിലവില്? 50 ഡിവൈഡ് ബൈ √3 ഡിവൈഡ് ചെയ്യും. Okay. There we can take tan 30 equal to opposite by adjacent. 1/√3 is equal to CD divided by 50/√3. അങ്ങനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും കേട്ടോ. നമുക്ക് എഴുതാം 1/√3 equal to CD into reciprocal എടുത്ത് മൾട്ടിപ്ലൈ. 1/√3 is equal to √3 into CD, അല്ലെങ്കിൽ CD into √3 ചെയ്യാലും മതി, പ്രശ്നമില്ല. CD into √3 by 50. ക്രോസ് ചെയ്യുമ്പോൾ 50 into 1 equal CD into √3 ഓൾറെഡി ഉണ്ട്, ഒരു √3 കൂടെ ചേർക്കും. 50 equal to CD into 3 എന്ന് വരും. ഡിവൈഡ് ഡെസിമലിലേക്ക് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല കേട്ടോ. Therefore, height of building. Therefore, height of building equal 50/3 meter. Completed. Move to question number 10 first. The question വായിച്ച് ട്രൈ ചെയ്യാൻ കംപ്ലീറ്റ്.
അവിടെ ആലിയ ചോദിച്ചോ. സർ ഏത് ക്വസ്റ്റിനാ ചെയ്യാൻ പറഞ്ഞേ? 10 to 1 മാഗ്നേറ്റ് ശ്രദ്ധിച്ചു വായിച്ചിട്ട് വേഗം ഫിഗർ വരച്ച്. 2 poles of equal height standing opposite each other. ഒരു മിനിറ്റ് ആണ് കേട്ടോ. ഫിഗർ കിട്ടാൻ ഒരു മിനിറ്റ്. ഓക്കെ, കാണിച്ചു വേഗം നോക്കട്ടെ. വരുവാൻ ആഷ്നാന്റെ ഇടയിൽ കൂടെ ഒരു വരവ് പോയിരിക്കുന്നത് എന്താ? നിന്നോട് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞേ. ഓക്കെ ആഷ്ന, സ്റ്റാർട്ടിങ്ങിനോട് ഞാൻ പറഞ്ഞടാ സ്കെയിലും പെൻസിലും കൊടുക്കാൻ. ഫാരിസേ അത് പെൻസിലില്ല, സ്കെയിലും കൊണ്ട്. അതില്ലാതെ നീ മാത്സ് ക്ലാസ്സിൽ ഇരിക്കണ്ട. സ്കെയിലും പെൻസിലും മാത്സ് ചെയ്തിട്ട് എന്താ കാര്യം? ഒരു ഫിഗർ വരയ്ക്കാൻ സ്കെയിലും പെൻസിലും ഇല്ലെങ്കിൽ പിന്നെ എത്രത്തോളം നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ആണെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. ഫ്രീ ഹാൻഡ് വരയ്ക്കരുത് തുടക്കം തൊട്ട് ഞാൻ പറയുന്ന. സഫീലിനെ എവിടെ സ്കെയിലും പെൻസിലും? സഫീലെ ഒറ്റപ്പടിയാണ് കേസല്ല. ചില ഫിഗേഴ്സിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ജസ്ബലിന്റെ ഫിഗറിൽ പ്രശ്നമുണ്ട്, അർഫാസിന്റെ ഫിഗറിൽ പ്രശ്നമുണ്ട്. ക്വസ്റ്റിന് മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഖദീജ, ക്വസ്റ്റിന് മീനിങ് ഒന്ന് പറഞ്ഞേ. ഖദീജ പറ മീനിങ്. രണ്ട് പോൾസിന്റെ ഹൈറ്റ് ഈക്വൽ ആണ്. ശരി. ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റോഡിന്റെ സൈഡിലുണ്ട്. റോഡിന്റെ വിഡ്ത്ത് 80 മീറ്റർ. ഓക്കെ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി 30 ഡിഗ്രി. നമ്മൾ കണ്ടുപിടിക്കണ്ടേ എന്താണ്? ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ രണ്ട് ഒരേ വലിപ്പമുള്ള രണ്ട് പോളുണ്ട്. ഇവർ തമ്മിലുള്ള വിഡ്ത്ത് 80 മീറ്റർ ആണ്. ഗ്രൗണ്ടിൽ എവിടെയോ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനുള്ള റെസ്പെക്റ്റീവ് ആംഗിൾ ഓഫ് എലിവേഷൻസ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഒരിടത്തേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, മറ്റൊന്നിലേക്ക് 30 ഡിഗ്രി. ഇതിനൊക്കെ നമുക്ക് ആംഗിൾസ് തന്നിട്ടുണ്ട്. AB ആണ് ഒരു പോസ്റ്റ്, CD ആണ് ഒരു പോസ്റ്റ്. ഇനി ക്വസ്റ്റ്യനിൽ B പോയിന്റ് E എന്ന് സപ്പോസ് ചെയ്യണം.
ഇന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ഡാറ്റ ഫിഗറിലേക്ക് നോട്ട് ചെയ്യാനുണ്ട്. ഏതാണ് ഡാറ്റ ഫാത്തിമ? നിലവിൽ ഫിഗറിൽ നോട്ട് ചെയ്തിട്ടില്ലാത്ത ഡാറ്റ ഏതാ? വിത്ത് ആണ്. അതിപ്പോ എന്റെ ബോർഡിൽ ഫിഗർ അനുസരിച്ച് ഏത് ലെങ്ത് ആയിരിക്കും? പേര് പറഞ്ഞു. AC രണ്ട് പോളുകൾ തമ്മിലുള്ള ദൂരം AC ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 18. നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന് ഹൈറ്റ് ഓഫ് ദ പോയിന്റ്, രണ്ട് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. ആലോചിച്ച് നോക്കുക, വേഗം. ആലോചിച്ച് ചെയ്യണം കേട്ടോ. ഇതിനു മുന്നേ ഞാനൊരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൂടെ ഉപകാരപ്പെടും. ചുരുക്കിയാണ്. Two minutes maximum. Check whether you are on the right track. One more minute. ഓക്കെ റൈറ്റ്. ഒന്ന് പറയാം, മെത്തേഡ് എങ്ങനെയാന്ന് കേൾക്കട്ടെ. ആശന നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുക? tan 60 വെച്ചിട്ട് ഏത് tan 60 എടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഏത് ട്രയാങ്കിൾ ABE അല്ലേ? പക്ഷെ ട്രയാങ്കിളിന്റെ ഫുൾ കേടും അറിയില്ലല്ലോ. AEX എടുത്തിട്ട് ചെയ്യാൻ പറ്റും. EA നമുക്ക് X എന്ന് സപ്പോസ് ചെയ്യാം. അസംഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വി ഡോണ്ട് നോ ദ സൈഡ്സ് ഓഫ് എനി ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾസ്. അപ്പൊ AE നമ്മൾ X എടുത്തു. അപ്പൊ എന്താ അഡ്വാൻറ്റേജ്? എന്താ AEX എടുത്താൽ tan 60 equal to. ശരി. അതുകൂടാതെ AEX എടുത്ത് നമുക്ക് ഒരാളെ കൂടി ഒന്ന് കണക്ട് ചെയ്യാലോ. ഈസി ആണോ? EC AEX ആണെങ്കിൽ EC എന്തായിരിക്കും? 80 minus AE. 80 minus X. ഇത് നമ്മൾ X എന്ന് ചൂസ് ചെയ്തു, നമുക്ക് 80 minus X എന്ന് കിട്ടി. Now നമുക്ക് ഒരു ട്രയാങ്കിളിൽ നിന്ന് AB കണ്ടുപിടിക്കാം, അടുത്ത ട്രയാങ്കിളിൽ നിന്ന് CD കണ്ടുപിടിക്കാം. ഈ ABയും CDയും ഈക്വൽ ആണ്, because height of the poles are equal to question പറഞ്ഞിട്ടുണ്ട്. We can increase. Thus we can find the value of X, also height of the poles. Now triangle AB. AB equal to X നമുക്ക് കിട്ടും. ഇക്വേഷൻ 1 എന്നൊക്കെ വിളിക്കാം. BCD എടുക്കുക, tan 30 എടുത്താൽ CD by EC 1/√3 equal CD by 80 minus X. ക്ലോസ് ചെയ്യുമ്പോൾ 80 minus X divided by √3 equal to CD. Get it, the equation.
നമുക്ക് ഫ്രം 1 ആയിരിക്കും. എ ബി ഈക്വൽ ടു സി ഡി ആണ്, കാരണം ഹൈറ്റ് ഓഫ് ദ പോൾസ് ആണ്. സോ √3x should be equal to 80 minus x divided by √3. X ന്റെ വാല്യൂലേക്ക് എത്താം, ഹൈറ്റ് ഓഫ് ദ പോൾസിലേക്ക് എത്താം. കംപ്ലീറ്റ് ആയെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് ചാർജ് കേട്ടോ. minute maximum. One more minute. Puzzle Jojo. Sir, distance moving കണ്ടുപിടിക്കണ്ടേ? Question എന്തൊക്കെയാണുള്ളത് അത് വേണം. Seconds or complete here. ഒന്ന് പറയാം എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയെന്ന് കേൾക്കട്ടെ. വാല്യൂ ഓഫ് എക്സ് ഓപ്ഷൻ ആ എക്സ് കിട്ടിയോ? 20 ആബ്സല്യൂട്ട്ലി. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും √3x into √3 equal 80 minus x. അപ്പോ 3x equal 80 minus x. √3 to √3 3x. 3x plus x is equal to 80. 4x equal to 80. X is equal to 80. 20 good. X 20 ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെ വേണമെന്ന്. ഹൈറ്റ് ഓഫ് ദ പോൾ വേണം, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്സ് വേണം. X 20 ആണെങ്കിൽ 80 minus x എന്ന് പറയുമ്പോൾ 80 minus 20 വരും, അത് 60 ആണ്. കൊടുക്കാം. ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറഞ്ഞാൽ √3x. ഹൈറ്റ് ഓഫ്, അതായത് ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുന്നാട്ടോ, എന്തെങ്കിലും ഒന്ന് എഴുതിയേക്കരുത്, താഴെ പോയാൽ മതി. ഈക്വൽ ടു 20 √3 മീറ്റർ. ഡിസ്റ്റൻസ് ഓഫ് ദ പോൾസ്, distance of the poles from the poles is നമുക്ക് കിട്ടുന്നത് 20 meter and 60. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാ. കംപ്ലീറ്റ് ആയി ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. അതിന്റെ കൂടെ ഒരു ഇൻഫർമേഷൻ ഉള്ളത്, നമുക്ക് നെക്സ്റ്റ് 3 days ഹോളിഡേ ആയിരിക്കും ബിക്കോസ് ഓഫ് ക്രിസ്മസ് വെക്കേഷൻ. 24, 25 and 26 and Monday we will restart. Okay, ടൈം ടേബിൾ നിങ്ങൾക്ക് സൺഡേ കിട്ടും കേട്ടോ. സാറ്റർഡേ ഓർ സൺഡേ ആയിട്ട് ടൈം ടേബിൾ നെക്സ്റ്റ് വീക്ക് എന്തെങ്കിലും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ TV tower scans. ഫിഗർ കൊടുത്തിട്ടുള്ള പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഉണ്ട് ക്വസ്റ്റ്യൻ വായിക്കാം, ട്രൈ ചെയ്യാം. മാക്സിമം ഒരു 4 or 5 മിനിറ്റിലൊക്കെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവേണ്ടതാണ്. ക്വസ്റ്റിന്റെ മീനിങ് എന്താ ആസിയ എന്ന് പറഞ്ഞേ? ആസിയ 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 ഒരു TV ടവർ ഉണ്ട്, ഒരു മറ്റേ ബാങ്കിന്റെ ഒരു കനാലിന്റെ ബാങ്കിലായിട്ട്. ശരി. വേറെ ടവറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കനാലിന്റെ അടുത്ത തീരത്തായിട്ട് ദി ആംഗിൾ ഓഫ് എലവേഷൻ, ആ ടവറിന്റെ താഴത്തായിട്ടുള്ള ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രിയാ. From another point 20 meter away from this point അപ്പുറത്തെ ടവറിന്റെ ക്വസ്റ്റ്യൻ പറക്കി വായിക്കും. വേഗാവട്ടെ. ഫാത്തിമ റഫീഖ്, എന്താ ക്വസ്റ്റ്യൻ മീനിങ്? കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞാൽ മതിയോ? മതി. ആ പോയിന്റിൽ നിന്ന് 20 മീറ്റർ മാറിയിട്ട് 20 മീറ്റർ മാറുമ്പോ 20 മീറ്റർ ആകുമ്പോ ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പ് ഓഫ് ദ ടവർ 30 ഡിഗ്രി ആവും. ശരി. ഹൈറ്റ് ഓഫ് ദ ടവറും വിഡ്ത് ഓഫ് ദ കനാലും കണ്ടുപിടിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഹൈറ്റ് ഓഫ് ദ ടവർ വളരെ സിമ്പിൾ ആണ്. AB ആണ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാവും. വിഡ്ത് ഓഫ് ദ കനാൽ ആരാ ഈ ഫിഗറിൽ? ടെക്സ്റ്റ് ബുക്കിൽ കൃത്യ നെയിം ഉള്ളതാട്ടോ. മിൻഹ, വിഡ്ത് ഓഫ് ദ കനാൽ ആരാ നമ്മുടെ ഫിഗറിലെ വിഡ്ത് ഓഫ് ദ കനാൽ? ABCD എന്നുള്ള ലെങ്തില് വിഡ്ത് ഓഫ് ദ കനാൽ നമുക്ക് BC ആണോ? BC ആണ്. പക്ഷെ മീനിങ് നിങ്ങൾക്ക് പിരീഡ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരു കനാൽ ഉണ്ട്, ആ കനാലാണ് ഈ BC എന്ന് പറയുന്നത്. കനാലിന്റെ ഒരു എൻഡിലാണ് ടവർ, അതാണ് B എന്നുള്ളത്. കനാൽ നിങ്ങൾ കണ്ടില്ലേ? കനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ചെറിയ വീതി കുറഞ്ഞ നമ്മളുടെ ലൊക്കാലിറ്റി മീൻസ് കേരളത്തിലുള്ള കനാൽ അല്ല കേട്ടോ. ചെറിയ കനാൽ എന്ന് പറഞ്ഞാൽ നല്ല വീതിയായിരിക്കും. ചെറിയ വീതി ഒന്നും ആയിരിക്കില്ല, കനാലിന് നല്ല വീതിയുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ അനുസരിച്ച് സ്പേസ് കുറവായതുകൊണ്ട് ചെറിയ ചെറിയ കനാൽസ് നമ്മൾ ഉണ്ടാക്കും. എന്തോ അവിടെ വലിയൊരു കനാൽ, ആ കനാലിന്റെ ഒരു ബാങ്ക്, ഒരു തീരത്ത് ഒരു ടവർ ഉണ്ട്. ഇപ്പുറത്തെ തീരത്ത് അല്ല ഇപ്പുറത്തെ ബാങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആംഗിൾ ആണ് 60 ഡിഗ്രി. B എന്നുള്ളത് ഒരു ബാങ്ക്, C എന്നുള്ളത് വേറൊരു ബാങ്ക്. Bയിൽ ടവർ ഉണ്ട്, C നോക്കിയപ്പോൾ 60 ഡിഗ്രി. ഈ പോയിന്റ് എന്ത് ചെയ്തു? 20 മീറ്റർ പുറകോട്ട് ഇറങ്ങി. 20 മീറ്റർ പുറകോട്ട് ഇറങ്ങിയിട്ട് നോക്കിയപ്പോ ആംഗിൾ 30 ഡിഗ്രി. നമുക്ക് വിഡ്ത് ഓഫ് ദ കനാൽ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ടവർ. എങ്ങനെ ഇത് എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറയാം. എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴിയാണ്, അതാണ് എനിക്കറിയാം. സഫീൽ ഒന്ന് പറയാമോ ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗം? സിമ്പിൾ ആണ് വരുന്നത്. ഇത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാട്ടോ. ഇവിടെ 120 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. ട്രയാംഗിൾ ACD ഈസ് ഐസോസ്സെൽസ്. നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. CD ഈക്വൽ AC ഈക്വൽ 20 മീറ്റർ. ഇവിടെ നമുക്ക് 20 മീറ്റർ കിട്ടി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട AC യും AB യും ഇൻക്ലൂഡഡ് ആയ ട്രയാംഗിൾ ABCയുടെ ഒരു സൈഡ് പറയാം.
Now we can calculate the remaining sides easily. Very simple. ഈ ടൈപ്പിൽ ഐ തിങ്ക് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു ഇതേ ടൈപ്പ് മീൻസ് മെഷർമെന്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഫിഗർ ഇതുപോലെ 13, 16 തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണേ. ഒന്ന് നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ നിർത്തി എല്ലാവരും വേഗം ഫാസ്റ്റ്. വേഗം കൊടുക്കും എങ്ങനെ ഒറ്റ മിനിറ്റ് മാക്സിമം വരും കേട്ടോ. വേഗം കൊടുത്തേ. ഓൾറെഡി റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. Thirty seconds more. വേഗം മെറ്റീരിയൽ എടുത്തേ. ഓക്കെ, ഒന്ന് കാണിച്ച എല്ലാവരും വീഡിയോയിലേക്ക് കാണിച്ച മെറ്റീരിയൽ. മാറ്റരുതേ. എവിടാ ഫാരിസേ? പറഞ്ഞൊന്നും മനസ്സിലാവില്ലേ? ഫാരിസ് ഒന്നും ബാധകല്ലേ? ആ സാർ ഇന്നലെ ക്ലാസ്സിലുണ്ടായില്ല. ഈ റെക്കോർഡ് ക്ലാസ് ഒന്നും ആക്കിയിട്ടില്ല. ആലിയ പ്രൊട്രാക്ട് വർഷം പകുതി ആലിയ പ്രൊട്രാക്ട് വർഷം മിൻഹ. കേട്ടോ, ഇതിനകത്തെ നമുക്ക് ഇനി ചെയ്യാനുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. നമുക്കിതില് ഒരു ടോയിൻ അല്ലെങ്കിൽ ത്രെഡ്, ഇത്തിരി കനമുള്ള നൂലാണെന്നല്ല. നമ്മുടെ ഈ സ്റ്റിച്ചിങ് ത്രെഡ് എന്ന് പറഞ്ഞാൽ അതിന് ഒട്ടും തിക്നെസ് ഉണ്ടാവില്ല, ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇത്തിരി കനമുള്ളതാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ സ്റ്റിച്ചിങ്ങിന്റെ ത്രെഡേ ഉള്ളൂ, ആ നൂലേ ഉള്ളൂ എങ്കിൽ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ആ നൂല് ഒരു 4-5 ടൈംസ് ഫോൾഡ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സെന്റർ പോയിന്റ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഞാൻ പറഞ്ഞതാണ്, നമുക്ക് സെന്റർ പോയിന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ബോർഡിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പീസിന്റെ വലിപ്പം അനുസരിച്ച് ഈ എൻഡിൽ നിന്നും ഏകദേശം നമുക്കൊരു ഇത്രയെങ്കിലും കിട്ടാൻ പാകത്തിന് വേണം നമ്മളുടെ ത്രെഡിന്റെ ലെങ്ത് കണ്ടോ. ഇത്ര ലെങ്തെങ്കിലും നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കനം കുറഞ്ഞ നൂലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലെങ്ത്തിന്റെ ഒരു 5 or 6 ടൈംസ് കിട്ടും. ഓക്കെ, എന്റത് അങ്ങോട്ട് അപ്പൊ കുറച്ച് തിക്കായിട്ട് ഒരു എൻഡ് ജസ്റ്റ് ഒന്ന് കെട്ടിയാൽ മതി. അപ്പൊ അതൊരൊറ്റ നൂല് പോലെ പറയാൻ മനസ്സിലായോ? നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാവുന്ന പണിയാണ്. ഇനി കേട്ടോ, ഇനി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോ ഞാൻ ബോർഡിൽ വരച്ചിട്ടുള്ളത് പോലെ പ്രൊട്രാക്ടറിന്റെ സെന്ററിൽ നിന്നും 90 ഡിഗ്രിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. പറയാട്ടോ, പറയാം, ശ്രദ്ധിക്കുക. പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് ഈ പെർപെൻഡിക്കുലർ ലൈനിൽ നമ്മളുടെ ടോയിൻ അല്ലെങ്കിൽ നമ്മുടെ ത്രെഡ് കൃത്യം പ്ലേസ് ചെയ്യുക. വളഞ്ഞു പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? പ്ലേസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പ്രൊട്രാക്ടർ പോർഷന്റെ ഇപ്പുറത്തേക്ക് നമുക്കൊരു 10 സെന്റിമീറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ നിങ്ങളോട് 10 സെന്റിമീറ്റർ പറഞ്ഞിരുന്നു അല്ലെ? ആ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കൃത്യമായിട്ട് ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന പോർഷൻ ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുക. സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ഈ ലൈനിന്റെ ഇങ്ങനെ കയറി പോരും. സെല്ലോ ടേപ്പ് ഇത് കണ്ടോ, ഇങ്ങനെ പോരും. സെല്ലോ ടേപ്പ് ഇങ്ങനെ ഇറങ്ങിയും പോരും. കറക്റ്റ് നമ്മളുടെ പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈനിൽ നിൽക്കാൻ പറഞ്ഞു. ഇങ്ങനെ വേണം സെല്ലോ ടേപ്പ്. കണ്ടില്ലേ? ലൈക്ക് ദിസ് യു ഹാവ് ടു പേസ്റ്റ് എ സെല്ലോ ടേപ്പ്. ഞാൻ പറയാട്ടോ, പറയാതെ ഇതൊന്നും ചെയ്യരുതേ. അപ്പൊ അതിന്റെ കൂടെ ഒരു പണി കൂടി നിങ്ങൾ ചെയ്യുന്നത് ബെറ്റർ ആണ് സ്റ്റാർട്ടിങ്ങിൽ. അതെന്താന്ന് വെച്ചാൽ അത് ഏതർ നിങ്ങൾക്ക് ഒട്ടിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഒട്ടിക്കുന്നതിന് മുമ്പോ ചെയ്യാം. ഈ ടോയിന്റെ ഒരു ഫ്രീ എൻഡ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഫ്രീ എൻഡ്. ഈ ഫ്രീ എൻഡില്
ചെറിയ വെയിറ്റ് എന്തെങ്കിലും കെട്ടിയിടും, ചെറിയ എന്തെങ്കിലും വെയിറ്റ്. ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നട്ടോ ബോൾട്ടോ സംതിങ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്പാരറ്റസ് നമ്മളിത് ഹോൾഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇങ്ങനെ നമ്മൾ അപ്പാരറ്റസ് ഹോൾഡ് ചെയ്യും. എന്റെ വീഡിയോ ക്ലിയർ ആണോ അല്ലെ? ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യും. ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ടോയിൻ ഇങ്ങനെ കൃത്യം താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പൊ ഒരു വെയിറ്റിലേക്ക് എന്ത് പറ്റും? ടോയിൻ തൂങ്ങിക്കിടക്കില്ല. കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക? കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് താഴേക്ക് തൂങ്ങിക്കിടക്കും. പറയാൻ മനസ്സിലായോ? അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വെയിറ്റ് ഇടാൻ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈൻ ഉണ്ടല്ലോ, ആ ബേസ് ലൈൻ നമ്മൾ കൃത്യം ഇങ്ങനെ കൊണ്ടുപോയി നമ്മളുടെ സ്ട്രോ ഫിറ്റ് ചെയ്യും. ഒരു സ്ട്രോ എടുക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ ബേസ് കണ്ടോ, കറക്റ്റ് ആ ലൈനിൽ. സ്ട്രോ ആകുമ്പോൾ ഇത്രയും വലിപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ പറയാം, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരു സെക്കൻഡ്. ഒരു ബ്ലൂ കളറിൽ ഞാനിപ്പോ സ്ട്രോ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? സ്ട്രോ ഒട്ടിക്കുക. സ്ട്രോ ഒട്ടിക്കാൻ വേണ്ടി അഗൈൻ സെല്ലോ ടേപ്പ് മതി. പക്ഷെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ സ്ട്രോ അങ്ങോട്ട് പതിഞ്ഞു പോകരുത്, കാരണം സ്ട്രോയുടെ ഹോളിൽ കൂടെ നോക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് സ്ട്രോ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഇത്രയും പണി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതാണ് നിങ്ങനെയുള്ള ടാസ്ക്. ഇത്രയും പണി ചെയ്ത് തിങ്കളാഴ്ച എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടില്ല, ക്ലിയർ ആയില്ല. സ്ട്രോ കിട്ടിയില്ല. ഇല്ലെങ്കിൽ നാളെ സ്ട്രോ സംഘടിപ്പിക്കുക. ചോദിച്ചോ? അത് മതിയുടെ കുഴപ്പമൊന്നുമില്ല. അത് സ്ട്രോക്ക് നീളം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാട്ടോ. നമുക്ക് റെക്ടാങ്കുലർ ലെങ്ത് കിട്ടിയാൽ മതി. സ്ട്രോക്ക് ലെങ്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രോ കട്ട് ചെയ്ത് കളയാം. ലെങ്ത് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ എവരിവൺ? എനി മോർ ഡൗട്ട്? അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 11 ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, അത് മറന്നു പോകല്ലേ. Okay then. So have happy holidays. Thank you. Thank you.